Hello, dear friends. Welcome to Learnino. Welcome. All are welcome. Okay, today we are discussing a new topic, that is friction. Okay, engineering mechanics എല്ലാ പോർഷനും മിക്സ് ആയിട്ടാണ്. ഇപ്പോൾ ഒരു മൊഡ്യൂളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മൊഡ്യൂളിലെ കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ വരാം, ഈ മൊഡ്യൂളിലെ കാര്യങ്ങൾ അടുത്ത മൊഡ്യൂളിൽ വരാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നെ കണ്ടിരിക്കണം. ഫസ്റ്റ് തന്നെ ഡി ആൽബർട്ട്സ് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ കണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെയാണെങ്കിൽ 4th 5th മൊഡ്യൂളിലൊക്കെ വരുന്ന കാര്യമാണ്. ബട്ട് ഇതൊരു മിക്സ് ആണ്. അങ്ങനെ മൊഡ്യൂൾ വൈസ് പഠിക്കല്ല, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ള ഒരു സബ്ജക്ട് പഠിക്കുക. അപ്പൊ മൊഡ്യൂൾ വൈസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര നീറ്റായി കിട്ടിക്കൊള്ളണമെന്നില്ല. അതായത് ഈ ഒരു സബ്ജക്ട് തെറോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. മിക്സ് ചെയ്തിട്ടൊക്കെ വരും ക്വസ്റ്റ്യൻസ്, ഒരുപാട് മിക്സ് ചെയ്ത് വരും. അപ്പൊ ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ അത് കഴിഞ്ഞല്ലോ, അടുത്ത മൊഡ്യൂൾ ആയല്ലോ എന്ന് വിചാരിച്ചത് അതിനെ എടുത്ത് വെക്കാൻ പറ്റില്ല. അതിന്റെ എല്ലാ ആപ്ലിക്കേഷനും ഈ സബ്ജക്റ്റിലെ എല്ലാ ഏരിയയിലും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്നല്ല, ഇനി ഇതിന്റെ അഡ്വാൻസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ, അടുത്ത നെക്സ്റ്റ് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഏരിയ ആണെന്നുണ്ടെങ്കിലും ഇവിടെയും ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ വരും. നിങ്ങളൊരു കമ്പനി കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും അതിന്റെ അപ്ലിക്കേഷൻ വരും. അപ്പൊ ആരും ഇതിനെ പറ്റിയിട്ട് വിടരുത്, പഠിച്ചാൽ അത് തറവാക്കിയിട്ട് തന്നെ വെക്കാം. ഓക്കെ, എളുപ്പമാണ്, സബ്ജക്റ്റ് ഒക്കെ നല്ല രസമുള്ള സബ്ജക്റ്റ് ആണ്. പലർക്കും ഈസി അല്ല എന്നൊക്കെ തോന്നും, പക്ഷെ ഈസിയാണ്. ഒന്ന് നമ്മുടെ ഡെപ്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യും. ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു ഇതിൽ കണ്ടിരുന്നു, സപ്ലി ഒരുപാടുള്ള ഒരാൾ പറയാണ് ആദ്യം പാസ്സായ സബ്ജക്ട് ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ഗ്രാഫിക്സ്, അതൊക്കെയാണ് ആദ്യത്തിൽ പാസ്സായത്. ബാക്കിയുള്ളതൊക്കെ സപ്ലി വന്നിട്ടുണ്ട്, പക്ഷെ മെക്കാനിക്സിൽ സപ്ലി വന്നിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണ ഒന്ന് രണ്ട് പേരെയൊക്കെ കാണാനിടയായി. ഓക്കെ, എനിവേ ഷാൽ വി സ്റ്റാർട്ട്? യാ, കം ഓൺ. യാ, ടുഡേസ് ടോപ്പിക് ഈസ് ഫ്രിക്ഷൻ. ഏകദേശം സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ട് കേൾക്കണ ഒരു കാര്യമാണ് ഫ്രിക്ഷൻ. എവിടെയാണ് ഈ ഫ്രിക്ഷൻ ഉണ്ടാവുക? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫ്രിക്ഷൻ? Friction is defined as the resistive force acting in opposite direction at the surface in the body which tends to move or it moves. Okay. ഇപ്പൊ ഏതൊരു ഇതിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മെറ്റീരിയൽ, ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു ബുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബുക്കില് ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ മൂവ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് ഇതിന്റെ ഒരു ഇവിടെ കൊടുക്കണ അപ്ലൈ ചെയ്യണ ഫോഴ്സ് വളരെ കുറവായതുകൊണ്ട് ഇത് സ്ലോലി മൂവ് ചെയ്യുള്ളൂ. അപ്പോ അതിനെന്തായിരിക്കും കാരണം? അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അതിനെ മൂവ് ചെയ്യിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണ്ടി വരും? ഫ്രിക്ഷൻ. അത് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രിക്ഷൻ കാരണം മൂവ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഫോഴ്സ് കൊടുത്താലും എന്തായിരിക്കും? ഇത് മൂവ് ചെയ്യണ്ടാവില്ല. എന്താണ്? ബിക്കോസ് there is a friction acting here. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ, ഇപ്പൊ ഇവിടേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇതിനെ വരുന്നുണ്ടാവുക? ഫ്രിക്ഷൻ ഉണ്ടാവുക. അതേപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ഉണ്ടാവുക? ഇവിടേക്ക് താഴേക്കായിട്ടായിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. താഴേക്ക് എന്തായിരിക്കും? ഇതിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫ്രിക്ഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, അതിന്റെ കുറച്ച് ഇക്വേഷൻസ്, അതിന്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രം വെച്ചാൽ എങ്ങനെ വരും, എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു സ്മോൾ സ്റ്റഡിയാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് ആക്ട് ടാൻജൻഷ്യൽ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് എന്തായിരിക്കും? ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ ടു കാറ്റഗറീസ് ആണ് ഫ്രിക്ഷന്. ടു കാറ്റഗറീസ് ആണ് ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ഡൈനാമിക് ഫ്രിക്ഷൻ ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിരുന്നു സ്റ്റാറ്റിക് ആൻഡ് കൈനറ്റിക്സ്. ഇതാണ് ഈ സബ്ജക്റ്റിലേ വരുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൈനറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, വേറെ ഒരു ഫോഴ്സ് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ അതിനെ എന്താണ് പറയണത്? സ്റ്റാറ്റിക് ആണെന്ന് പറയും. ബട്ട് മൂവിങ് ടൈമിൽ എന്താണ് പറയണത്? കൈനറ്റിക് ആണെന്ന് പറയുന്നത്. Okay, so what is static friction? It is a friction experienced by the body or a mass under the action of external forces
when there is no motion between the body and the contacting surface. Okay. നമ്മൾ ഏതെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഇപ്പൊ ഒരു ഇങ്ങനെ റെസ്റ്റിൽ ഇരിക്കുകയാണ്, ഇവിടെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഈ ബുക്ക് ഇങ്ങനെ ഇവിടെ റെസ്റ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, അതിലൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ബട്ട് ഒന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ കൈവച്ചിട്ടുണ്ട്, ഇതിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യണം. ഓക്കെ, ആ ഒരു ടൈമിൽ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു ഫ്രിക്ഷൻ ഫോഴ്സ്. അപ്പൊ ഈ 2 ഹാൻഡ്സ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെച്ച് ഇങ്ങനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും, ഇവിടെ ഒരു ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് എന്ത് പറയണത്, കൈനറ്റിക് ഫ്രിക്ഷൻ. It is experienced by the body or the mass when it is in motion. മോഷനിലുള്ള മൂവിങ് ടൈമിലുള്ള ഫ്രിക്ഷനെയാണ് എന്ത് പറയുന്നത്, കൈനറ്റിക് ഫ്രിക്ഷൻ. നമ്മളൊരു ഇത് റെസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഉണ്ടാവണം, അങ്ങനെയുള്ള ഈ ഫ്രിക്ഷനെയാണ് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then the kinetic friction again classified into two, that is സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. എന്താണ് ഈ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഈ റോളിംഗ് ഫ്രിക്ഷൻ? ഓക്കെ, ഇങ്ങനെ എനിക്ക് ഉണ്ടാവുക, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് റോളിംഗ് ഫ്രിക്ഷനും, മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, ഫസ്റ്റ് വൺ ഈസ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ഇവിടെ നമ്മളൊരു സർഫസ് വരച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സർഫസ് ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്. ഈ ഒരു സർഫസിൽ നോക്കൂ, ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്, മോഷനിലാണ്. ഇവിടെ ഒരു ബോക്സ് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അതിന്റെ അപ്പൊ ആ ഒരു വെയിറ്റ് താഴേക്ക് ഇങ്ങനെ ആക്ട് ചെയ്യും, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ മേലേക്കും ആക്ട് ചെയ്യും. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക, ഇവിടുന്ന് ഒരു ആക്ഷൻ എന്താണ്, ഇവിടേക്ക് ഇങ്ങനെ ഒരു വെയിറ്റ് ആക്ട് ചെയ്താവും, ദാറ്റ് ഈസ് mg ആയിരിക്കും. അത് എങ്ങനെയാന്ന് അറിയില്ലേ, മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് mg. ഓക്കെ, സോറി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ. ഓക്കെ, അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓർ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ. ഓക്കെ, അത് mg ആയിരിക്കും. ജിയുടെ വാല്യൂ അറിയാലോ, 9.81 ആയിരിക്കും, അല്ലെങ്കിൽ 10 ആയിട്ടായിരിക്കും. നമ്മൾ ചിലതിലൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ 10 ആയിട്ട് എടുത്താലും അതാരും തെറ്റിക്കാറില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് ആക്ട് ചെയ്യുന്നത്, ഫ്രിക്ഷൻ ഈ ഒരു ഡയറക്ഷനിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. ഫോഴ്സ് ഈ ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരിക. ഇതിന്റെ ഒരു ഇത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള മാസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മളൊരു മ്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് മ്യൂ? മ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഓർ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ദാറ്റ് വാല്യൂ ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ത് വരുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. ഓക്കെ, ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയാണ് വരുന്നത്. ഓക്കെ, സോ the resistive force is also known as sliding frictional force. ഇവിടെയുള്ള ഈ റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, സ്ലൈഡിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മ്യൂ mg എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, യാ. Then next one is rolling friction. Rolling friction എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ്. When a body rolls over the another body or the surface, the resistive force is known as rolling frictional force.
ഇവിടെ റോളർ വെച്ചിട്ടുണ്ട്, ഇതിലൊരു റോളർ വെച്ചിട്ടുണ്ട്. ഈ ഒരു റോളർ ഇതിലൂടെ എങ്ങനെ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കൂടെ അങ്ങനെ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ സർഫസ് ആണ്. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ എന്താണ് ഈ മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ, ദാറ്റ് ഈസ് mg. ഇവിടെയുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് എന്തായിരിക്കും വരിക? mu mg ആയിരിക്കും വരിക. ഓക്കെ, ഇവിടെ റിയാക്ഷൻ ഇങ്ങോട്ട് R ആണ്, ഇവിടേക്ക് mg ആണ്. അപ്പൊ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഇവിടെ റോളർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ mu mg ആയിരിക്കും വരിക. ഓക്കെ, റൈറ്റ്. Then coefficient of frictions. ഇതന്നെയാണ് നമ്മൾ ഈ ഒരു ഇതില് നമ്മുടെ സിലബസില് കൊളംബ്സ് ലോ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെയാണ് സംഭവം, വേറൊന്നുമല്ല. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഈ ഫോഴ്സ് അനലൈസ് ചെയ്ത് എഴുതുമ്പോ എന്താണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്താണ് മ്യൂ വെച്ചിട്ടാണ്. എത്രത്തോളം ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ മ്യൂ വാല്യൂ ആയിരിക്കും. ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് മ്യൂ ഇൻറ്റു ആ വെയിറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഈ കൊളംബ്സ് ലോ ഓഫ് ഫ്രിക്ഷൻ വരുന്നത്. ഓക്കെ, then what is coefficient of friction? It is defined as the ratio of limiting friction to the normal reaction between two bodies, that is denoted as mu. Oh my god, mu ആണ്. ഇതെങ്ങനെയോ ടൈപ്പ് ചെയ്തപ്പോഴേ മ്യൂ തന്നെ ഞാൻ കൊടുത്തിരുന്നു, പക്ഷെ അത് m ആയിരിക്കും. mu ആണ്, mu coefficient of friction, that is represented as mu. Mu is equal to force divided by what? R in, that is reaction. Okay, അതെപ്പോഴും ഈക്വൽ ആയിരിക്കുമല്ലോ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യണം, അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനൊരു ബോഡി ആണെങ്കിൽ ഇവിടേക്ക് mg ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ mg ഇവിടേക്ക് ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് എന്തായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക? മുകളിലേക്ക് R ആക്ട് ചെയ്യുന്നതായിരിക്കും. R n. ഓക്കെ, mg ആക്ട് ചെയ്യുന്നത് ഇത് രണ്ടും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ എങ്ങനെയായിരിക്കും എന്തെപ്പോഴും ഉണ്ടാവുക? മ്യൂ, സോറി, ഇവിടേക്കായിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഈ ഡയറക്ഷനിലായിരിക്കും. സോ ഓപ്പോസിറ്റ് ഈ ഒരു ഡയറക്ഷനിൽ എന്താക്ട് ചെയ്യും? മ്യൂ mg ആക്ട് ചെയ്യും. മ്യൂ mg ആക്ട് ചെയ്യും. mu mg direction, that is mu into reaction R n ആയിരിക്കും. mu into R n ആയിരിക്കും. Okay, yeah, right, that is coefficient of friction. ഇന്നത്തെ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഒരു തിയറി പോർഷൻ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്തോളാം. നെക്സ്റ്റ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഇപ്പൊ ഇങ്ങനെ ഒരു ബോഡി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ബോഡി ഉണ്ട്. ഈ ഒരു ബോഡിയിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഫോഴ്സ് കൊടുക്കുമ്പോ എന്താണ്, ഇവിടേക്ക് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ഇങ്ങനെ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടായിരിക്കും. റൈറ്റ്, സോ ഈ FF എന്ന് പറയുന്നത് അതിനേക്കാൾ ഹൈ ലെവലിൽ നമ്മുടെ ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ ഫ്രിക്ഷൻ ഫോഴ്സിന് ഇവിടെ വാല്യൂ ഇല്ലാതെ ഈ ഒരു
ഇത് മൂവ് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഓക്കെ, സപ്പോസ് നമ്മൾ ഇവിടെ ഒരു ബുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഇപ്പൊ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് മൂവ് ചെയ്യില്ല. ബട്ട് ഇവിടുന്ന് ഹൈ ഫോഴ്സ് കൊടുക്കുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഇതിങ്ങോട്ട് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, ഹൈ ഫോഴ്സ് ഇവിടുന്ന് കൊടുക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് മൂവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോഴാണ് എന്താ വരുന്നത്, ഫ്രിക്ഷൻ അവിടെ മാക്സിമം ഫ്രിക്ഷൻ ലെവലിനേക്കാൾ കുറച്ചും കൂടിയും ഹൈ ആയിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, അപ്പോഴാണ് ഇതിന്റെ ഒരു മൂവ്മെന്റ് വരുന്നുള്ളൂ. സോ the maximum value of frictional force which comes into play when the body just begin to slide over the surface of other body. Okay, it is known as limiting friction. Okay, next, the laws of static friction. Laws of static friction. Static friction le endake laws undu nokka. The friction force always act in direction opposite to that in which the body tends to move. Okay, the friction force always act in direction opposite to that which the body tends to move. ഇപ്പൊ ബോഡി ഈ ഒരു ബുക്കിനെ ഇപ്പൊ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും, ഓപ്പോസിറ്റ് ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ the magnitude of friction force is exactly equal to the force which tends to the body to move. ബോഡി മൂവ് ചെയ്യുന്ന ഈക്വൽ ആവുമ്പോഴാണ് ഇത് എപ്പോഴായിരിക്കും, ടു ഫോഴ്സസ്. ഇപ്പൊ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഇവിടുന്ന് ഇങ്ങോട്ട് റിട്ടേൺ വരുന്ന ഫ്രിക്ഷൻ ഫോഴ്സും ഈക്വൽ ആവണത് ഏത് സ്റ്റേജിലാണ്, എക്സാക്ട്ലി ഈക്വൽ ആവണത് ഇത് ഈ ബോഡി ടെൻസ് ടു മൂവ് ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ, ബോഡി ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കണ ആ ഒരു ടൈമിലായിരിക്കും എന്തുണ്ടായിരിക്കുക, magnitude of friction force is exactly equal to the sub applied force എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? സപ്പോസ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഇതില് മൂവ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി സ്റ്റാർട്ട് ചെയ്യണ ആ സ്റ്റേജിലുള്ള ഫോഴ്സും ഇവിടെയുള്ള ഫ്രിക്ഷൻ ഫോഴ്സും ഈക്വൽ ആയിരിക്കും. ബട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഈക്വൽ ആയിരിക്കില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. മൂവ് ചെയ്യാതെ ഒട്ടും മൂവ് ചെയ്യാതെ ഇങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എത്ര ഫോഴ്സ് കൊടുത്തിട്ട് മൂവ് ചെയ്യില്ല, എന്തായിരിക്കും അവിടെയുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് കൂടുതലായിരിക്കും. ഓക്കെ, then the force of friction is independent of the area of contact between the two surfaces. അപ്പൊ ഇതിനെയാണ് ഈ ഫ്രിക്ഷൻ. എത്ര സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു മെറ്റീരിയൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സർഫസിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ എത്ര കൂടുതലായിട്ടുണ്ടെങ്കിലും എത്ര ലാർജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊരു പ്രോബ്ലം അല്ല. ഫ്രിക്ഷൻ ഫോഴ്സിന് അതൊരു പ്രോബ്ലം അല്ല. ഏരിയ ഓഫ് കോണ്ടാക്ട് എന്നുള്ളത് എപ്പോഴും ഒരു പ്രോബ്ലം ആവാറില്ല. അതിന്റെ വെയിറ്റിനെയാണ് എന്ത് ചെയ്യാൻ ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യണത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ടു സർഫസസ്. Then the force of friction depends upon the roughness of the surface. The force of friction depends upon the roughness of the surface. Okay, ഈ റഫ്നെസ് സ്മൂത്ത് ആണോ, ഈ റഫ് ആവുമ്പോ എന്തായിരിക്കും, വളരെ സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ടാണ് മൂവ് ചെയ്യിക്കാം. ഓക്കെ, വളരെ സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മൂവ് ചെയ്യിക്കാം. ബട്ട് കുറച്ച് റഫ് ആയിട്ടുള്ള സർഫസ് ആണെന്നുണ്ടെങ്കിലോ വളരെ നല്ല സ്വഭാവമുള്ള ആൾക്കാരോട് ഈസി ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാക്കാം. ബട്ട് ചാടി കളിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലോ അവരോട് സംസാരിച്ച് നിൽക്കാൻ പോലും പറ്റുമോ, ഇല്ല. സോ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ റഫ് ആവുമ്പോ എന്താ സംഭവിക്കുക, ഈ ഫ്രിക്ഷൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ ഫോഴ്സ് കുറച്ചും കൂടി ഹൈ ആയിരിക്കും. ഓക്കെ, സ്മൂത്ത് ആണെന്നുണ്ടെങ്കിലോ അവിടെ എന്തായിരിക്കും, വളരെ ലോ ആയിരിക്കും. ഓക്കെ, the force of friction depends upon the roughness of the surface. ഓക്കെ, ഇമ്പോർട്ടൻ്റ് നല്ല തിയറി ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ 3 മാർക്കിനോ അങ്ങനത്തെ ഇതിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ ഇത് എഴുതണം. ഓക്കെ, then പ്രോബ്ലം എത്തിയിട്ടില്ല. The laws of dynamic friction. Dynamics എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മൂവിങ് ഏരിയയിലല്ലേ വരിക. So here the force of friction always act in direction opposite to that which body tends to move. The force of friction always act in direction opposite to that which the body tends to move. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്.
Okay. The magnitude of kinetic friction P is a constant ratio to the normal reaction between two surfaces. The magnitude of kinetic friction P is a constant ratio normal reaction between two surfaces. For moderate speed, the force of friction remains constant. ഇങ്ങനെ മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു moderate speed ആണെന്നുണ്ടെങ്കിൽ force of friction constant ആയിരിക്കും. But it decreases slightly when increasing speed. Speed increase ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഫ്രിക്ഷൻ റിഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ഇത് മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സിന് ഇമ്പോർട്ടന്റ് ഉണ്ടാവോ അങ്ങനെ റിഡ്യൂസ് ചെയ്ത് വരും. ഓക്കെ, അതല്ലെങ്കിലോ ഒരേ സ്പീഡിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സും വളരെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ ഇത് ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. റൈറ്റ്. Next, angle of friction. At the time of this slide, angle between the normal reaction and the resultant reaction is called the angle of static friction. Okay, suppose നമ്മുടെ ഈ ഒരു റിയാക്ഷൻ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടേക്കുള്ള വെയിറ്റ് mg ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടേക്കുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ R ആയിരിക്കും. സോ അതേപോലെ ഇവിടെ കൊടുക്കുന്ന ഈ ഫ്രിക്ഷൻ ഫോഴ്സ് F ആയിരിക്കും. ഇതിന്റെ റിസൾട്ടന്റ് ഈ ഫ്രിക്ഷൻ ഫോഴ്സും ഇതും കൂടി ഉള്ള അതേപോലെ അതല്ലെങ്കിൽ ഇതിന്റെ ഫ്രിക്ഷൻ ഫോഴ്സ് ഇവിടെ കൊടുക്കണം, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തായിരിക്കും വരുന്ന മ്യൂ mg വരും. ഓക്കെ, സോ ഈ ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ഈക്വൽ ടു വാട്ട് മ്യൂ mg. ഈ റിസൾട്ടന്റ് ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കും. ഓക്കെ, ഈ റിസൾട്ടന്റ് ഫോഴ്സിനും ഈ റിയാക്ഷനും ബിറ്റ്വീനുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ mg. ദിസ് വാല്യൂ മ്യൂ mg ഡിവൈഡഡ് ബൈ r ആയിരിക്കും വരുന്നത്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ mg ഡിവൈഡഡ് ബൈ ദിസ് r വാല്യൂ. So, mu mg divided by r. What is r? R is equal to mg. mg, that is mu. The tan of this angle of reaction, angle of friction, the angle is equal to endana theta. Tan of this angle equal to coefficient of friction, theta. Theta is equal to tan inverse of mu. Okay, that is angle of friction. Okay, yeah. ഇനി നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ഓപ്പോസിറ്റ് നമ്മുടെ ഈ ഫ്രിക്ഷൻ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിന്റെ ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? ഈ ഫോഴ്സിനോട് ഈക്വൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആർ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫ്രിക്ഷൻ ഫോഴ്സ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? ഇത് ഈ മ്യൂ വെയിറ്റ് ഇൻറ്റു ദാറ്റ് വെയിറ്റ് ഇൻറ്റു മ്യൂ വാല്യൂ. മ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മൾട്ടിപ്ലൈ ചെയ്താലാണ് വരുന്നത്. അതിനേക്കാൾ ഹൈ ആയിരിക്കണം എന്ത് നമ്മൾ കൊടുക്കണ അപ്ലൈഡ് ഫോഴ്സ് വരുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. Theta value, the angle between normal reaction and the resultant reaction. Okay, the angle between normal reaction and the resultant reaction, that is called angle of static friction. Yeah. Then, okay, another class is stop. Thank you for listening my class. Thank you so much.